ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊമേഴ്സിന്റെ അസോസിയേഷന്റെ ആണ് സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ പരിപാടി. 4 ടീം എടുത്തിട്ടുണ്ട്. അതിൽ ഇത് രണ്ടും ഒരു ടീം. സെക്കൻഡ്, ഞാൻ തേർഡ് ഗ്രൂപ്പ്. ഇവരുടെ മൈമാണ് ഈ മോഹൻ കാണിച്ച ഈ കാണുന്ന മോഹായിരിക്കത്തിന്റെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് വേറെ ആൾക്കാരെ കാണും. നിങ്ങൾ വേണ്ടി വന്ന് വിധി ഇത് പറഞ്ഞിട്ട് മൈമില് അമ്മയാണ്. ഇത് മൈമില് ആരായിരുന്നു? ഞാൻ പിന്നെ വേറെ ടീമാണെങ്കിലും പറയും. ഇവര് ഇത് അച്ഛൻ, ഇത് മൈമിലമ്മ, മൈമിലെ കൊച്ചു വരും. ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നത് അസോസിയേഷന്റെ ആണോ? ഇത് 2ാം തവണ. അതെ, കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കോളേജിൽ കൊമേഴ്സിലെ അസോസിയേഷൻ ഡേ ആണ്. ആദ്യമായിട്ടാണ് റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു ലോങ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കോളേജിൽ ചെന്നിട്ടാവാം. ഒരു വർഷത്തിന് ശേഷം വീണ്ടും വ്ളോഗ് എടുക്കുകയാണ്. ഇത് എൻ്റെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ആനിവേഴ്സറി. എന്താ നമസ്കാരമൊക്കെ ഉണ്ട്. ഇതുണ്ടോ മുടി നോക്കി ഇത് കാണിച്ചെടുത്തേ. ഓ എസ്തെറ്റിക്സ്. ഇതൊന്ന് 3 പറയൂ, എന്തൊക്കെ പറ. വന്നു ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ ഒന്നുമില്ല, ചുമ്മാ നിൽക്കുക, അത്രേ ഉള്ളൂ. ഇന്ന് ചിലപ്പോ ചട്ടാക്കുമായിരിക്കും. പരിപാടി എല്ലാം ഇന്ന് സെറ്റാക്കും. പരിപാടി ഇന്ന് തന്നെ. അതെ, തീം എന്ന് പറയുന്നത് എവരി ഷാഡോ ഹാസ് എ സ്റ്റോറി ടു ടെൽ. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു. ഏതിനകത്ത് പറ്റിലിട്ടേ? ഞാൻ എല്ലാത്തിനകത്തും ഉണ്ട്. അശ്വിൻ, നെവിൻ, ജെഫ്രി. അശ്വിൻ മൈമിനും, നെവിൻ നമ്മുടെ സാറായിട്ടും, ജെഫ്രി ഡാൻസിനും. അതെല്ലാം പ്രിപ്പയർഡ് അല്ലേ? എല്ലാരും വിളിച്ചു. നിങ്ങളെല്ലാരും പരിപാടിക്ക് സെറ്റല്ലേ? അല്ലേ? ഇപ്പം നമ്മൾ കോളേജ് വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ സാരി എടുത്തിട്ട് നടന്നു വരുന്നുണ്ട്. ചായ പറയൂ. താങ്ക് യു. ആരാണ്? ഓ, നമ്മുടെ അഞ്ജലി. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ആണ്. വീണ്ടും നിങ്ങളോ? നന്ദന, അതുപോലെ തന്നെ ആചൽ സാരി കൊടുത്തു. ചേച്ചിമാരിട്ടോ ഇതൊക്കെ ഫസ്റ്റ് ഇയേഴ്സാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ഫുട്ബോളിൻ്റെ ഒക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ NCCയുടെ എന്തോ സംഭവം. നമ്മുടെ സിയ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സിയ ഈസ് അവർ ബാക്ക് ബോൺ, നമ്മുടെ ടീമിൻ്റെ ബാക്ക് ബോൺ. സ്നേഹ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹായ്. എടി നായിക. ഇവനാണോ നായിക? നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ 3 പേര്. ഇവിടെ ഭയങ്കര ശാന്തമാണ്. അതെ, ഈ ഓഡിറ്റോറിയത്തിലാണ്. ഓഡിറ്റോറിയം തുറന്നിട്ടില്ല.
തിരികെ വിളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് പോവുകയാണ്. ശ്രീഷിനാണെങ്കിൽ ഓടിച്ചോറിൻ്റെ വരാന്തയിൽ വരെ പോയി ഇരുന്നു. എന്നിട്ട് അവിടുന്ന് വിളിച്ചു. ടയർഡാണ്, തുടങ്ങിയില്ല, അതിനുമ്പ് ടയർഡാണ്. ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വൈബ്, പിള്ളേരൊക്കെ വൈബ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് നമ്മുടെ സജന. ഹലോ. ഗുണ്ടുമോളെ പോലെ ഇരിക്കുന്നു. സജന ഭയങ്കര ഇതില്ല. എല്ലാവരും ഭയങ്കര ഡിസ്കഷനിലാണ്. ഇപ്പോൾ പരിപാടി നടക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ് നടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് പെയിൻ്റൊക്കെ അടിക്കാൻ തുടങ്ങിയത്. എങ്ങനെ വന്നോണ്ടിരുന്ന അപ്പോൾ ഇങ്ങനെ അത് കളഞ്ഞല്ലോ എൻ്റെ. എൻ്റെ കോലം കണ്ടില്ലേ, വല്ലാത്തൊരു കോലമായിപ്പോയി. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിനകത്ത് ഇരിക്കുകയാണ് ഗൈസ്. നമ്മളിരുന്നതെന്ന് പറയുന്നത് ഒരു മിഡിൽ പോർഷനാണ്. പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പേരുണ്ട്, അതുപോലെ മുമ്പിലും കുറച്ച് പേരുണ്ട്. ഒരു മിഡിലായിട്ടാണ് നമ്മളിരുന്നത്. പിന്നെ നമ്മുടെ ഷിബിന കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഗൈസ്. എന്നോട് ക്യാമറ എടുത്തിട്ട്. പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഫോട്ടോസോ വീഡിയോസോ കിട്ടില്ല. നമുക്ക് എന്തായാലും ആ സ്റ്റോറിയുടെ പ്ലോട്ട് കേൾക്കാം. 3 സ്റ്റോറീസ്. ഒരു സ്റ്റോറി ലവ് സ്റ്റോറി. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രണയിച്ച് നടക്കുന്നു. ജാതി തടസ്സങ്ങളുടെ പേരിൽ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ജാതികളുടെ പ്രശ്നം മൂലം അവരുടെ പ്രണയം ഒന്നിക്കാൻ സാധിച്ചില്ല. അതാണ്. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 2 പേര് പ്രണയിച്ച് നടക്കായിരുന്നു. പെണ്ണ് വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവരെന്നും കണ്ടുമുട്ടിക്കൊണ്ടിരുന്ന പാർക്കിൽ കാമുകം വന്നിരുന്ന് കാമുകൻ മാത്രം അവളെ കാണാം. ആ രീതിയിൽ ഡിപ്രസ് അടിച്ച് ഇരിക്കുമ്പോൾ 2-3 പിള്ളേർ പോകുമ്പോൾ അവര് കാണുന്നു, അന്വേഷിക്കുന്നു. അവന്റെയും അവളുടെ ഒരു അപരിചിതം കട വന്ന് നിൽക്കുന്നു. മൂന്നാമത്തെ ഒരു കൊച്ചു സ്കൂൾ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നു. ഇടയ്ക്ക് അവന് ക്യാൻസർ വരുന്നു. ഇന്നത്തെ പരിപാടിക്ക് ബോധം കെട്ട് വരുന്നു. ആശുപത്രി കണ്ട് കാണിക്കുന്നു. ആ കറക്റ്റ് സമയത്തെത്തിച്ചുകൊണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാനും അവൻ പിന്നീട് ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ തിരിച്ച് വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒന്നും കിട്ടില്ല. നമുക്ക് എന്തായാലും അതിന്റെ കഥ കേൾക്കാം. ഇത് അച്ഛൻ്റെ കഷ്ടപ്പാട് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. മകൻ കോളേജിൽ പഠിക്കുന്ന ഒരൊറ്റ മകനേ ഉള്ളൂ. ഇവൻ താമസിച്ച കോളേജിലോട്ടൊക്കെ കയറി വരുന്നത്. അന്നേരം സാറ് പിടിക്കുന്നു. ഇതിനെ പുറത്താക്കിയിട്ട് സാറ് ക്ലാസ് തുടരുന്നു. അതിനുശേഷം സാറിനെ ഇവൻ വിളിച്ചിട്ട് അറ്റൻഡൻസിന് വേണ്ടിയാണ് വിളിക്കുന്നത്. സാറ് പറഞ്ഞു അറ്റൻഡൻസ് ഒന്നും തരത്തില്ല, പേരൻസ് മീറ്റിംഗ് അല്ല ഇന്ന്, അച്ഛനെ കൂട്ടി വരാൻ പറയും. പക്ഷെ അച്ഛനെ ഇവന് തീരെ ഇഷ്ടമല്ല. പിന്നെ സാറിനെ കാണുന്നു. സാറിനെ കണ്ടിട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടുക. വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് അമ്മേനോടും അച്ഛനോടും വല്ലാതെ ചൂടാവുകയാണ് ചെയ്യുന്നത്. അയൽവക്കത്തെ 2-3 സഹോദരിമാരുണ്ട്. ഇവർ കയറി വരിക, അമ്മേനെ വിളിക്കുന്നു. ഇവർ റീലൊക്കെ എടുക്കുന്നവരാ. റീലൊക്കെ എടുക്കുന്നു. ഈ ടൈമിൽ അച്ഛൻ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാശൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ഗുണ്ട കയറി വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെക്കുന്നു. അച്ഛൻ നിസ്സഹായാവസ്ഥയിലോട്ട് കയറി പോവുക. സഹോദരിമാർ പോകുന്ന വഴിക്ക് ഇവരുടെ കുറ്റം പറഞ്ഞിട്ടാണ് പോകുന്നത്. പിറ്റേ ദിവസം കോളേജിലോട്ട് പോകുന്നു. ഈ ക്ലാസ്സിലിരിക്കുന്നു. ഇവൻ ഡൗൺ ആയിട്ടിരിക്കുക. അങ്ങനെ കൂട്ടാനൊക്കെ വന്നിരിക്കുന്ന എല്ലാം പറ്റിയെന്നൊക്കെ നായകൻ പറയുന്നുണ്ട്. ഇന്നലെ അച്ഛൻ ആ പേരൻസ് മീറ്റിംഗിന് വന്ന് ഭയങ്കര ബോറായി അങ്ങനെയാണ്. ആ ടൈമിൽ നായിക കയറി വരുന്നു. നായിക ചോദിക്കുന്നുണ്ട് അച്ഛനായിട്ട് വല്ല പ്രശ്നമായോ, എനിക്ക് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡാൻസ് ആണ് കാണിക്കുന്നത്. അവരുടെ ഒരു ഡുവറ്റ് ഡാൻസ്. പിന്നെ നടക്കുന്ന എക്സാം. പിന്നെ അതിനുശേഷം ഇവർ കൂട്ടുകാർ കൂടി കുടിക്കാനാണ് പോകുന്നത്. കുടിച്ച് വീട്ടിലോട്ട് കയറി വരും. അച്ഛൻ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ നീ കുടിച്ചിട്ടാണോ വന്നത്. അന്നേരം നായകൻ വല്ലാതെ അച്ഛൻ നേരെ ഷൗട്ട് ചെയ്യുന്നത്. ഇത് കേട്ട് അച്ഛന് നെഞ്ചുവേദന വരുവാണ്. അച്ഛനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുക. ഈ ടൈമിൽ മൈമ വരും. നായകൻ ജനിക്കുന്ന ആ ടൈമിൽ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ മൈമിലൂടെ കാണിക്കാം. നേഴ്സ് ഐസിൻ്റെ അകത്തുനിന്ന് കയറി ഇറങ്ങി വന്നിട്ട് പറയാണ് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അതോടെ കഥ തീർന്നു. പിന്നെ ഗ്രൂപ്പ് 3യുടെ പെർഫോമൻസ് ആയിരുന്നു. കഥയൊന്നും അറിയത്തില്ലെങ്കിലും കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അർജുൻ, നീ എൻ്റെ നിഴൽ പോലെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോഴും ചിന്തിക്കാൻ തോന്നുന്നത്. അച്ഛൻ പോയപ്പോൾ ഞാൻ ഇല്ലാതായതുപോലെ എനിക്ക് തോന്നിയത്. അപ്പോഴും നീ എന്നെ പിടിച്ചു നിർത്തിയത്, ഇപ്പോഴും നീ എന്നെ പിടിച്ചു നിർത്തുന്നത്. താങ്ക് യു സോ മച്ച്. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ തൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ താൻ എനിക്കൊരു ഉറപ്പ് തരണം. എന്ത് വന്നാലും എൻ്റെ ഉള്ളിലെ സംഗീതം ഉപേക്ഷിക്കരുത്. ശരിക്കും അതാണ് തന്നെ ചെയ്യുന്നത്. ഉറപ്പ്. എന്ത് വന്നാലും ഞാൻ സംഗീതം ഉപേക്ഷിക്കില്ല. നിന്റെ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ മാറും.
തൻ്റെ ഈ മൂടൊക്കെ ഒന്ന് ശരിയാകാൻ നാളെ ഒരിടം വരെ പോയാലോ? എങ്ങോട്ടേക്കാണ്? ഇതൊക്കെയുണ്ട്. അവിടെ ഇപ്പം 3ാം ഗ്രൂപ്പിന്റെ 4ാം ഗ്രൂപ്പിന്റെ പരിപാടി നടക്കുകയാണ്. ഇടയ്ക്കാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് പരിപാടി ഒന്നും കാണാൻ പറ്റുന്നില്ല. തേച്ച് കഴിഞ്ഞിട്ട് തന്നെ തീരുന്നില്ല. പോയോ? തല നോക്ക്. എന്നാലും കുളിച്ചിട്ട് വരട്ടാണ് പോയി. അതായിരിക്കും നല്ലത്. എന്റെ മുടി കണ്ടോ കേടായിരിക്കണേ. ഓ മൈ ഗോഡ്, സ്പ്രിങ് ആയി മുടി. ബോട്ടി കോൺഷ്യസ്. ബ്യൂട്ടിഫുൾ ആയി. ഇതും കൂടെ ഇട്ടാലും ബ്യൂട്ടിഫുൾ ആവും. ഇതെന്തെങ്കിലും അത് എൻ്റെ ഷെയ്ഡുമായിട്ട് ചേരുന്നില്ല, എൻ്റെ മുഖമായിട്ട് ചേരുന്നില്ലല്ലോ. ഏതാ ഹാറ്റ്? ഐലൈനറൊന്നും ഞാൻ ഇടാറില്ല. എനിക്ക് ഭയങ്കര വിശപ്പൊക്കെ ഭയങ്കര വിശപ്പുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് വാങ്ങിത്തരാൻ തോന്നുവാണെങ്കിൽ എന്നെ സമീപിക്കണം. എനിക്ക് എന്തെങ്കിലും എനിക്ക് മുട്ട പപ്സ് ആണ് ഇഷ്ടം. മുട്ട പപ്സ് പിന്നെ എന്നാ ബിരിയാണി എനിക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇൻസ്റ്റൈഡ് താഴെ കൊടുത്തേക്കാം. സജന. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. എൻ്റെ പേര് തന്നെ സജനാട്ടം എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എനിക്ക് മുട്ട പപ്സ് വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരികയാണെങ്കിൽ തന്നാ. സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിലൊക്കെ ഫോളോ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു 60-70 കണ്ട്. മുട്ട പപ്സാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. എനിക്കങ്ങനെ ഫേവറേറ്റ് ഇല്ല. ഞാൻ എന്ത് തന്നാലും ഇഷ്ടം. എന്തെങ്കിലും കഴിക്കാൻ വേണോ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഇനി കുറച്ച് കഴിയുമ്പോൾ മതി. ചേച്ചി ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ചേച്ചി ഇപ്പോൾ വിശപ്പേ ഇല്ല. ബ്യൂട്ടീഷ്യൻ ചെയ്യുമ്പോൾ വിശപ്പ് വരെ മാറുന്ന ആളാണ് നമ്മുടെ ശ്രീ. ഹലോ അമൽ. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി താഴേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ആദിത്യയുടെ വയലിനാണ് ഗീസ്. നമുക്ക് ആദിത്യയുടെ ഗ്രൂപ്പിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മിസ് ചെയ്തു. ഇച്ചക്കെന്നെ ഇഷ്ടല്ലേ? അങ്ക് ഓക്കെന്നെ ബേ. ഇച്ച പൊളിയല്ലേ? ഇച്ചാനെ ആർക്ക് ഇഷ്ടാവാത്തത്? കാണണമായിരുന്നു. എല്ലാം കാണണമായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം 4ാമത്തെ ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആയിരുന്നു. അവർ ചെയ്തത് ഒരു ഇൻഫ്ലുവൻസർ ആളൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. ഇൻഫ്ലുവൻസർ മരണപ്പെട്ടു. ആൾ ആത്മാവായി ചെല്ലുമ്പോൾ ആളുടെ ഷാഡോ വരികയും അയാൾ ചെയ്ത തെറ്റുകളെ പറ്റി പറയുകയും ചെയ്തു. അതിലൊന്നായിരുന്നു പ്രോഡക്റ്റിൻ്റെ കാര്യം. ഒരു ഫാമിലി ആ പ്രോഡക്റ്റ് വാങ്ങി കഴിക്കുകയും ആർക്കുണ്ടാവാൻ പോകുന്ന കുട്ടി മരണപ്പെടുകയും ചെയ്തു. അതായിരുന്നു 4th ഗ്രൂപ്പിൻ്റെ കഥ. അതിനുശേഷം 3rd ഇയേഴ്സിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു.
ഗ്രൂപ്പ് ഡിയുടെ ആയതുകൊണ്ട് ഗ്രൂപ്പ് ഡിയുടെ സ്കോർ 84.5 ആണ്. വളരെ അടുത്ത സ്കോറുമായി 82.5 ഗ്രൂപ്പ് ബി ഉണ്ട്. ഒട്ടും തന്നെ പിന്നിലല്ലാതെ ഗ്രൂപ്പ് സി 79.5 സ്കോറുമായിട്ട് വളരെ ക്ലോസ്ലി ഫോർട്ട് ആയിട്ടുള്ള ഒരു കോntest ആയിരുന്നു. ഗ്രൂപ്പ് 4 ആണ് ഗൈസ് വിന്നേഴ്സ് ആയിരിക്കുന്നത്. जवाब दो मेरे रंग में रंगने वाले परी को या हो परियों की रानी हो मेरी प्रेम कहानी मेरे सवालों का जवाब दो തുള്ളാനുള്ളതാണ്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് തുള്ളാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പഠിച്ചോ? ഏറ്റവും അവസാനം തുള്ളാൻ ഡാൻസ് ഇട്ട് തരുമ്പോൾ ഞാൻ എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും അനന്യ നന്മമരം പൂച്ചയ്ക്ക് ഐസ്ക്രീം വരെ അതെ വായി വെച്ച് കൊടുത്തു. ആ ഒരു നല്ല വ്യക്തിയാണ് അനന്യ. പാട്ടും പാടും. നന്മയുള്ള അടുത്ത നന്മമരമാണിത്. 3 കപ്പോ? അപ്പൊ രണ്ടാമത്തെ കപ്പാറുടെ പരിപാടി എല്ലാം നല്ല അതിഗംഭീരമായി കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അസോസിയേഷനെ പറ്റി പറയാനുള്ളത് അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു, നല്ല വൈബായിരുന്നു. ചേച്ചിമാരുടെ ഡാൻസ്, ചേട്ടന്മാരുടെ ഡാൻസ് ഒന്നും രക്ഷയില്ല. ഫസ്റ്റ് ഇയറുള്ളവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടത് മൈമ പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞിട്ട്. മൈമ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. കൃഷ്ണയുടെ അഭിനയം ഭാവിയിൽ സിനിമയിലൊക്കെ എടുക്കട്ടെ. എന്താ ചെയ്യാം, എനിക്കിഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഗൈസ്, സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോകാനുള്ള സമയമാണ്. ഏകദേശം നമ്മൾ എല്ലാം കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ എനിക്കിപ്പം സമയമായി, അതുകൊണ്ട് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അപ്പോൾ ബൈ ബൈ.